പ്രൈസ് ലോർഡ്. നമ്മൾ ബൈബിളും LGBT എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ 3-ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ബൈബിളിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അത് നമ്മളതിനോട് യോജിക്കുന്നില്ലെന്നോ നമ്മളതിനോട് വിയോജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കണം എന്നല്ലേ പഠിപ്പിക്കുന്നത്, നിങ്ങൾ സ്നേഹമല്ലേ നിങ്ങളുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം, എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചില എന്താ പറയുക ഇങ്ങനെ വിമുഖത കാണിക്കുന്നത്, എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒരു സന്ദർഭത്തിലല്ല പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ ഒരു ചോദ്യം കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് LGBT ഒക്കെ കാര്യത്തിലാണെങ്കിലും ഇത് നമ്മളോട് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കും. ശരിയാണ്, കാരണം ബൈബിളിൽ ദൈവം എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ അവതരിപ്പിക്കുന്ന ഒരു വാക്ക് സ്നേഹം എന്ന് തന്നെയാണ്. ഒരു വാക്യം തന്നെ ഉണ്ടല്ലോ, ദൈവം സ്നേഹം തന്നെ, ഗാഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിട്ട്. അത് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ദൈവം ജ്ഞാനം തന്നെയെന്നോ ദൈവം ശക്തി തന്നെയെന്നോ ദൈവം വിശുദ്ധി തന്നെയെന്നോ അങ്ങനെയൊന്നും അതിന് ഒരു ഈക്വലായിട്ട് കാണിക്കുന്ന പോലെ പറഞ്ഞിട്ടില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സത്ത എന്താണ് എന്ന് പറയുന്നത് അത് സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം സ്നേഹം തന്നെ. ഇത് കൂടാണ്ട് ധാരാളം വാക്യങ്ങൾ വേറെയും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, പിന്നെ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെയാണ് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്, അങ്ങനെ സ്നേഹം പാപങ്ങളിലെ ബഹുത്വത്തെ മറയ്ക്കുന്നു, അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് ഇതിനെ സ്നേഹത്തെ ബേസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഉപദേശമാണ്, ദൈവം സ്നേഹം തന്നെയാണല്ലോ, സ്നേഹിക്കാൻ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്നേഹിക്കുന്നവരെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല? സ്നേഹത്തിന് അതിർവരമ്പുകളുണ്ടോ? ഇതിനാണ് പെണ്ണെന്നൊക്കെ ഉണ്ടോ? എങ്ങനെയായാലും സ്നേഹിക്കുന്നവരെ ഉൾക്കൊള്ളണ്ടേ നിങ്ങൾ? ഇതൊക്കെയാണ് മിക്കവാറും ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബൈബിള് നമ്മളെല്ലാവരെയും സ്നേഹിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ അയൽക്കാരനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം എൻ്റെ സുഹൃത്ത്, എൻ്റെ അയൽക്കാരൻ, അയാൾ ഏത് രീതിയിലുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വിശ്വാസത്തിലുള്ളവരും ആവാം, ഏതൊരു ജീവിതശൈലി പിന്തുടരുന്ന ആളാവാം. അപ്പോൾ അത് എങ്ങനെയുള്ള വ്യക്തിയാണ് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തായി വരുന്നത് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ, എൻ്റെ അയൽക്കാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കണമെന്ന് ബൈബിൾ പറഞ്ഞാൽ ആ വ്യക്തിയെ സ്നേഹിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ വ്യക്തികളെയും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളെയും സ്നേഹിക്കാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ അതിനെ എല്ലാറ്റിനെയും സ്വീകരിക്കണമെന്നോ അതിനെ എല്ലാത്തിനെയും ഞാൻ സ്നേഹിക്കണമെന്നോ ദൈവവചനം പറഞ്ഞിട്ടില്ല, ബൈബിൾ പറഞ്ഞിട്ടില്ല. വ്യക്തികളെ സ്നേഹിക്കണം. കാരണം ഒരു വ്യക്തിയുടെ ജീവൻ്റെ വില, അയാളുടെ ആത്മാവിൻ്റെ വില, അത് അത്രയും വലുതാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തികളെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. അതിനർത്ഥം അവർ ചെയ്യുന്ന കാര്യങ്ങളെയല്ല, അവരുടെ ജീവിതശൈലിയല്ല. ഒരിക്കലും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ബൈബിളിൽ. അവരെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതശൈലി അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികൾ അയാൾക്ക് ആത്യന്തികമായൊരു ഗുണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നാം അവരോട് പറയും, സുഹൃത്തെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല, ആത്യന്തികമായി ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും. അതയാളെ ശരിക്കും സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ അയാൾ വെറുക്കുന്നതുകൊണ്ടല്ല. മാത്രമല്ല ബൈബിളിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കും. അതായത് ഒരു ഓർഡറിലല്ല ജീവിതം പോകുന്നത്, ശരിയായൊരു ക്രമത്തിലല്ല ഒരു ലൈഫ് പോകുന്നതെങ്കിൽ ആ ജീവിതത്തെ ബുദ്ധി ഉപദേശിക്കുക, ആ വ്യക്തിയെ അയാളുടെ ജീവിതം ഇങ്ങനെയല്ല, ഇതുകൊണ്ട് നന്മയുണ്ടാവില്ല എന്ന് ബുദ്ധി ഉപദേശിക്കുക എന്നുള്ളത് കൂടെയാണ് ദൈവവചനത്തിൽ പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ആത്യന്തികമായി അയാളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, അയാൾക്ക് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ എല്ലാ വ്യക്തികളെയും സ്നേഹിക്കണം,
പക്ഷേ എല്ലാ പ്രവൃത്തികളെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും നാം സ്നേഹിക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചില വാക്കുകളുണ്ട്, അവ കാലക്രമേണ അതിൻ്റെ തെറ്റായ ഉപയോഗം കൊണ്ട് അതിൻ്റെ ശരിയായ അർത്ഥം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു വാക്കിന് ഉത്തമ ഉദാഹരണമാണ് സ്നേഹം. ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സ്നേഹം എന്ന് പറയുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആ ഒരു തീമിൽ ഉള്ള സിനിമകളോ ഏതെങ്കിലും സാഹിത്യ സൃഷ്ടികളോ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൽ 99% കലാസൃഷ്ടികളും റൊമാൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത വിഷയം സ്നേഹം ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് റൊമാൻസ് ആയിരിക്കും. കുറേ നാളുകൾ കൊണ്ട് മാധ്യമങ്ങൾ എല്ലാ സാഹിത്യ ശാഖകളും കൂടെ വിജയിച്ച ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? സ്നേഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ക്വാളിറ്റിയെ, വലിയൊരു ഗുണത്തെ, ഒരുപാട് എക്സ്പ്രഷനുകൾ, ഒരുപാട് പ്രകടനങ്ങളും ഒരുപാട് തലങ്ങളുമുള്ള വലിയൊരു ഗുണത്തെ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു പ്രകടനം മാത്രമായ റൊമാൻസ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നതിൽ ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളും എല്ലാ സാഹിത്യശാഖകളും വിജയിച്ചു. എന്തുകൊണ്ട് സ്നേഹം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സിനിമകളുടെ ലിസ്റ്റ് തന്നെ എടുക്കുക. സ്നേഹം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഒരു കുടുംബത്തിൽ അച്ഛനും മക്കളുമുള്ള, അമ്മയും മക്കളുമുള്ള സ്നേഹത്തെക്കുറിച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്നതാവുന്നില്ല? വളരെ ചുരുക്കമല്ലേ ഉള്ളൂ അങ്ങനെ. മറിച്ച് സ്നേഹം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള സൃഷ്ടികളല്ലേ വരുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ റൊമാൻസ് ആണ്. സ്നേഹം ഈസ് ഈക്വൽ ടു റൊമാൻസ് എന്നുള്ള നിലയിൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥത്തെ വളച്ച് ഒടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ സ്നേഹത്തിന് അതിർവരമ്പുണ്ടോ? ഒരിക്കലില്ലേ. യഥാർത്ഥ സ്നേഹത്തിന് യാതൊരു അതിർവരമ്പുമില്ല, ഒന്നുമില്ല. നമുക്കെല്ലാവരെയും സ്നേഹം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളോടായാലും നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവരോടും സ്നേഹമാണ്. ഇവരോടെല്ലാവർക്കും നമുക്ക് സ്നേഹത്തിൻ്റെ പല രീതിയിലുള്ള പ്രകടനം ഉണ്ടാവും, എക്സ്പ്രഷൻ ഉണ്ടാവും. ചിലപ്പോൾ കരുതലായിരിക്കും, ചിലപ്പോൾ ശാസനയായിരിക്കും, അല്ലേ? നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരോട് യഥാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ അവരോട് നമ്മുടെ സ്നേഹം പല നിലയിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥ സ്നേഹത്തിന് അങ്ങനെ ഒരു ലിമിറ്റോ അതിർവരമ്പോ ഒന്നുമില്ല. മറിച്ച് ഈ അനുരാഗം എന്ന് പറയുന്നത് എല്ലാവരോടും തോന്നില്ല. അതിന് നമുക്ക് ലിമിറ്റുണ്ട്. കാരണം നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും നമ്മുടെ സഹോദരി സഹോദരന്മാർ ഇവരോടൊന്നും നമുക്കുള്ളത് അനുരാഗമല്ല. അവരോടൊക്കെ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ പല എക്സ്പ്രഷൻസും ഉണ്ട് അവരോട്. പക്ഷെ അനുരാഗം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള, അവരോട് മാത്രമുള്ള സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് അനുരാഗം. അപ്പോൾ ഇവിടെ പറയുന്നത് സ്നേഹത്തിൻ്റെ അതിർവരമ്പെന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് അനുരാഗത്തിന്, പ്രണയത്തിനൊക്കെ അതിർവരമ്പില്ലെന്നാണ് പറയുന്നത്. അത് ആ വാക്ക് അവർ മാറ്റിയാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കണം. ശരിക്കും പ്രണയത്തിന് അതിർവരമ്പില്ല, അല്ലെങ്കിൽ റൊമാൻസിന് അതിർവരമ്പുകളില്ല. അതങ്ങ് ഭേദിച്ച് പോക്കോട്ടെ. അതിന് ആണ് പെണ്ണെന്നില്ല, മൃഗം ചെടിയെന്ന് പോലും ഇല്ല സത്യത്തിൽ ഇപ്പോൾ. കാരണം ഞാൻ മുൻപൊരു വാർത്ത അങ്ങനെ വായിച്ചിട്ടുണ്ട്. പുറത്ത് വിദേശത്ത് ഒരു യുവതിക്ക് അവളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിനോട് പ്രണയമാണത്രേ. ഒരു മരത്തിനോട് പ്രണയമാണ് അവൾ, അതിന് ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്ന. അങ്ങനെ ഒരു ന്യൂസ് പോലും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രണയത്തിനാണ് ഇപ്പോൾ അതിർവരമ്പില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ വാക്ക് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റീഫ്രെയിം ചെയ്തിട്ട് സ്നേഹം എന്ന് പറയുന്ന വാക്കാണ് അവിടെ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാണ് സ്നേഹത്തിന് ഒരു അതിർവരമ്പുമില്ല, നമുക്കതിനോട് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ പ്രണയത്തിന് അതിർവരമ്പില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാമത്തിന്, ലെസ്റ്റിനൊക്കെ അതിർവരമ്പില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒന്നുമില്ലാതെ ഓക്കെ സ്നേഹത്തിൻ്റെ പേരിൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്, അത് ബുദ്ധിമുട്ടാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി നിങ്ങളൊരു ക്രിസ്ത്യനല്ല, അല്ലെങ്കിൽ ഒരു ഈശ്വരവിശ്വാസി തന്നെയല്ല എന്നിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ
നിങ്ങളുടെ വിശ്വാസം പരിണാമ സിദ്ധാന്ത പ്രകാരമാണ് നമ്മളൊക്കെ ഉണ്ടായി വന്നത് എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് പ്രകാരം പോലും നിങ്ങളെങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെ നിങ്ങളിതിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്? കാരണം നിങ്ങളുടെ സിദ്ധാന്തപ്രകാരം ഒരിക്കലും നാച്ചുറലി ആ നമ്മളുടെ വർഗത്തിന് അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ഫിറ്റായിട്ടുള്ള ഒരു രീതിയല്ലല്ലോ അത്. അപ്പം നിങ്ങൾക്ക് അവരോട് യഥാർത്ഥത്തിൽ സ്നേഹം, ലെസ്റ്റല്ല, സ്നേഹമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണ്? അയ്യോ, ഇത് നമ്മളുടെ പരിണാമ സിദ്ധാന്തപ്രകാരം ഇത് ശരിയല്ലല്ലോ. കാരണം അതനുസരിച്ചിട്ട് നിങ്ങൾ ഫിറ്റായിട്ടുള്ള നമ്മളുടെ മനുഷ്യവർഗത്തിന് നല്ലൊരു ഫിറ്റായിട്ടുള്ള അടുത്തൊരു ജനറേഷനെ വാർത്തെടുക്കണമെങ്കിൽ നാച്ചുറലി നിങ്ങൾ ഇങ്ങനെ ഈ നിലയിൽ പ്രണയിക്കാനും അനുരാഗിക്കാനും പോകരുത്. മറിച്ച് നമ്മളുടെ സിദ്ധാന്തപ്രകാരം ഏറ്റവും ഫിറ്റായിട്ടുള്ള നിലയിൽ മുമ്പോട്ട് വരണം. ആ നിലയിൽ നിങ്ങളൊരു പുരുഷനും ഒരു സ്ത്രീയും അടങ്ങുന്ന അങ്ങനെ ഒരു ഫാമിലി സെറ്റപ്പിലേക്ക് വരണം. അങ്ങനെയല്ലേ പറയേണ്ടത്. ഒന്നില്ലെങ്കിൽ ആ സിദ്ധാന്തത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുകയും അത് പ്രകാരം നല്ല നിലയിൽ മുമ്പോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ അതിൽ സ്വന്തമായി ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവരെന്തെങ്കിലും അവരുടെ തോന്നിയ പോലെ, അവരുടെ തോന്നലുകളെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം, ആ ഒരു ലൈനിലും വേണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അതിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അയ്യോ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാൻ ആകെ ഡിപ്രസ്ഡാണ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല, അതുകൊണ്ട് ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നിൻ്റെ ചിന്തയെ, നിൻ്റെ ആ തോന്നലിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് തന്നെയാണല്ലോ ഓരോരുത്തരുടെ തോന്നലാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ തോന്നൽ പോലെ ചെയ്തോളൂ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ അയ്യോ അതൊരു ശരിയായ തോന്നലല്ല കേട്ടോ, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണമുണ്ടാവുന്ന തോന്നലല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അവരെ ശരിയായ ഓർഡറിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ശരിക്കും സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പം പരിണാമ സിദ്ധാന്തത്തിലുള്ള വിശ്വസിക്കുന്ന ഒരാളായാൽ പോലും അവരെ ആ രീതിയിൽ ശരിയായ ഓർഡറിലേക്ക് കൊണ്ടുവരിക വേണ്ടതെന്നാണ് നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നത്. എനിവേ, നമ്മൾ ഡിസോർഡറുകളെക്കുറിച്ചും അതുപോലെ മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ വരുന്ന എപ്പിസോഡുകൾ പറയാൻ പോകുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് സ്നേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇവർ ചുമ്മാ ഇതുമായിട്ട് കൂട്ടിക്കുഴച്ച് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക, അതിലൂടെ എങ്ങനെയെങ്കിലും ഈ സ്വവർഗ അനുരാഗത്തെയും ഒക്കെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോവുക. നമ്മളിതിനെ സ്നേഹത്തിൻ്റെ വിപ്ലവമായി അംഗീകരിച്ചോണം. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് എങ്ങനെയും ആരെയും പ്രണയിക്കാം, ആരോടും നമുക്ക് ലെസ്റ്റ് തോന്നാം, ഏത് രീതിയിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും, ഏതൊരു ഓർഡറിലും നമുക്ക് മുമ്പോട്ട് പോകുക എന്നുള്ള ഒരു സ്ട്രാറ്റജി, അങ്ങനെ ഒരു അജണ്ട അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ലാതെ യഥാർത്ഥ സ്നേഹത്തിന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.